ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പഴംപൊരിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി എങ്ങനെ റെഡിയാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ആണ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നോ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 3 നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഇത് നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞ് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വലുതായിട്ട് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇത് സെൻറ്റർ ഭാഗം കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. ഇവിടെ ഇപ്പം എന്ന് വെച്ചാൽ ഞാൻ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈസിൽ ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇത് പഴമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മാവ് റെഡിയാക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പുട്ടുപൊടി, 1 ടേബിൾ സ്പൂൺ റവ. അപ്പോൾ ഇത് ആഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, അതും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ പഴംപൊരിക്ക് ടേസ്റ്റും അതുപോലെ നല്ല സ്മെല്ലും ഉണ്ടാവും കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നമ്മൾ ഈ ഒരു പഴംപൊരിൻ്റെ കളർ ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ്, യെല്ലോ കളർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ പഴംപൊരിൻ്റെ മാവില്ലേ ആ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കട്ടോ. ഇപ്പോൾ ഇവിടെ 1.5 കപ്പ് വെള്ളമാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് അധികം ലൂസാവാനും പാടില്ല, എന്നാൽ തിക്കാവാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണോ നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടെ ഞാനൊരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചൂടായതിന് ശേഷം ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ ആ ഒരു പഴം ഡിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇവിടെ ഇതിൻ്റെ ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സൈഡും കൂടി മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓയിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. ഇവിടെ ഇതാ ഈ ഒരു കളറാകുമ്പോൾ തന്നെ ഞാൻ ഈ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം കേട്ടോ. ഇതാ കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല, ഈ ഒരു രീതിയിലാകുമ്പോൾ തന്നെ മാറ്റാം. ഇനി അടുത്തത് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള പഴവും ഫ്രൈ ചെയ്തെടുക്കാം.
ഇനി ഞാൻ ഇതൊരു സർവിംഗ് ഡിഷിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ടേസ്റ്റി ആയിട്ടും അതുപോലെ ഒട്ടും എണ്ണ പിടിക്കാത്ത രീതിയിൽ നല്ല സ്മെല്ലും അതുപോലെ ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി പഴംപൊരിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്